സത്യത്തിൽ ഞെട്ടലുണ്ട്, സങ്കടമുണ്ട്, പ്രതിഷേധമുണ്ട്, ഒരുതരം പ്രതികാരമുണ്ട്, അതേസമയം ആനന്ദവുമുണ്ട്. സമ്മിശ്ര വികാരമായിട്ടാണ് രാവിലെ പത്രം വായിക്കുന്നത്, ചാനലുകൾ കാണുന്നത്. കേരള കൗമുദിയുടെ ബോധപൗർണമി എന്നൊരു പദ്ധതി ഉണ്ട്. അവർക്ക് അങ്ങനെ ഒരു സ്കീമുണ്ട്. അതിൻ്റെ ഭാഗമായി ധാരാളം സ്കൂളുകളിലും കോളേജുകളിലുമാണ് ഞാൻ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പോയിരുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ധാരാളം സ്കൂളുകളിൽ പോയി സംസാരിക്കുന്ന അവസരം കിട്ടി. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കിട്ടിയത്. അത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തുമായിരുന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചു, ഇതിന് ഗവൺമെൻറ് എന്താണ് കൊട പിടിക്കുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് എന്തുകൊണ്ട് ഇതിനൊരു അറുതി വരുത്തുന്നില്ല? എല്ലാറ്റിനും ഒരു നാൾ ഉണ്ടല്ലോ അറുതി വരാൻ. നോക്കൂ, കഴിഞ്ഞ ദിവസം ഒരാളെ പിടിച്ചത് അദ്ദേഹത്തിൻ്റെ മലദ്വാരത്തിൽ നിന്നാണ്. ഈ ഉരുള ഉരുട്ടി മലദ്വാരത്തിൽ വെച്ച് അദ്ദേഹം അണ്ടർവെയറൊക്കെ ഇട്ട് വളരെ മനോഹരമായി കൊണ്ടുപോയ കുറേ ലഹരി വസ്തുക്കളാണ് പിടിച്ചത്. കാരവാനിൽ കയറി പിടിക്കുന്ന പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഹോട്ടലുകളിൽ, DJ പാർട്ടികളിൽ, എവിടെയുണ്ടോ അവിടെയുണ്ട്. ലൈഫ് ബോയ് എവിടെയുണ്ടോ അവിടെ ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞ പോലെ ലഹരി എവിടെയുണ്ടോ അവിടെ പോലീസുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ് എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കുറേ ബോധവൽക്കരണമൊക്കെ നടത്തി. അത് സ്കൂളിലും കോളേജിലും ഒക്കെ ഒരു പഴിക്ക് അങ്ങ് പോയി. പക്ഷേ വിൽക്കുന്നവൻ വിറ്റു, വാങ്ങുന്നവൻ വാങ്ങി, കഴിച്ചവർ കഴിച്ചു. ഇന്നലത്തെ വരെ കണക്ക്, ആഭ്യന്തരമന്ത്രിയുടെ കണക്കനുസരിച്ച് 10 കോടി രൂപയ്ക്കുള്ള ലഹരി വസ്തുക്കളാണ് ഈ സംസ്ഥാനത്ത് ഇതുവരെ പിടിച്ചത്. 10 കോടി രൂപ എന്നുള്ളതല്ല, 10 കോടി രൂപയുടെ ഈ ഉൽപ്പന്നങ്ങൾ എത്ര കുട്ടികൾ, എത്ര ലക്ഷം ആളുകൾ ഉപയോഗിച്ച് കാണും? ഇത് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സ്ത്രീകളെ പിടിക്കുന്നു, കുട്ടികളെ പിടിക്കുന്നു, വിദ്യാർത്ഥികളെ പിടിക്കുന്നു, അന്യസംസ്ഥാന തൊഴിലാളികളെ പിടിക്കുന്നു. മുഴുവൻ അന്യസംസ്ഥാന തൊഴിലാളികളെയും കൃത്യമായ നിരീക്ഷണത്തിൽ കൊണ്ടുപോകണം. ആസാംകാരൻ വരുന്നു, ബീഹാർകാരൻ വരുന്നു, ബംഗാൾക്കാരൻ വരുന്നു. അവർക്ക് ഗഞ്ചാവും ലഹരി പദാർത്ഥവും കൊടുക്കാനുള്ള ഹബ്ബല്ല കേരളം. കയറ്റിവിടണം, കൃത്യമായി കയറ്റിവിടണം. 3000 പേരാണ് അകത്ത് കിടക്കുന്നത്. എത്ര മനോഹരമാണ് ഈ പദ്ധതി, എത്ര സുന്ദരമാണ്. ഇന്നലെ മുതൽ മോഹൻലാൽ ഇതിൻ്റെ വാരിയറായി വരാൻ പോയിരുന്നു. ഇനി ബാക്കി സിനിമാ നടന്മാർ വരാൻ പോകുന്നു. പാൻ ഇന്ത്യയിലേക്ക് ഇത് കൊണ്ടുപോകാനുള്ള മീറ്റിങ്ങുകൾ ചേർന്നു. ആ മീറ്റിങ്ങിൽ കസ്റ്റംസുകാരും കോസ്റ്റ് ഗാർഡുകാരുമൊക്കെ കേരള പോലീസിനെ സല്യൂട്ട് ചെയ്തു. ഇത് വളരെ 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 സീരിയസ് ആയിട്ടുള്ള ഒരു എഫർട്ടാണല്ലോ. ഇങ്ങനെ ഒരു എഫർട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. നിശബ്ദമാണ് എഫർട്ട്. കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, രമേശ് ചെന്നിത്തലയും UDFും ഒക്കെ അധികാരത്തിൽ വന്നിട്ട് ഒരു പോലീസുകാരനെ പോലും പുതിയതായിട്ട് അവർ അപ്പോയിൻ്റ് ചെയ്തില്ലല്ലോ. എന്നാൽ ഓപ്പറേഷൻ തൂഫാന് വേണ്ടി ഒരു 10,000 പേരെ അല്ലെ 1000 പേരെ അങ്ങ് അപ്പോയിൻ്റ് ചെയ്യാം. അങ്ങനല്ലല്ലോ. നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന പോലീസുകാർക്ക് അധികാരം കൊടുക്കുകയും ആശയം കൊടുക്കുകയും അവരെ കൈവിലങ്ങുകൾ അഴിച്ചു വിടുകയും ചെയ്തപ്പോൾ എത്ര മനോഹരമായിട്ടാണ് ഒരു സമൂഹം നീങ്ങുന്നത്. എത്ര സുന്ദരമാണ്. ഈ 10,000കണക്കിന് അമ്മമാർ, സഹോദരിമാർ, വീട്ടിലിരിക്കുന്നവർ, മാതാപിതാക്കൾ കണ്ണീരോടെയായിരിക്കും, സങ്കടത്തോടെയായിരിക്കും ഈ വാർത്ത കേൾക്കുന്നത്. കാരണം എത്ര ആളുകളാണ്, എത്ര കുട്ടികളാണ് ഇതിൻ്റെ പുറത്ത്, ഈ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും പുറത്ത് ഇവിടെ ഇങ്ങനെ ജീവിതം നശിച്ചു പോയത്, വിദ്യാഭ്യാസം നശിച്ചു പോയത്. നല്ല പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, നല്ല പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. ഈ ട്രാപ്പിൽ ചെന്ന് വീണ് പോയാൽ, ഈ ഗുഹയിൽ ചെന്ന് വീണ് പോയാൽ പിന്നെ ജീവിതം എന്താ പറയുക, വളരെ സങ്കടകരമാണ്. അത് പറയുമ്പോൾ തന്നെ ഒരു സങ്കടം വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഓപ്പറേഷൻ തുഫാൻ, ദ നാർക്കോട്ടിക് ഹണ്ട് എന്ന് പറയുന്നത് സിനിമയിൽ മാത്രമേ നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളൂ. സുരേഷ് ഗോപിയുടെയൊക്കെ സിനിമയിലാണ് ഇങ്ങനെ കാണുന്നത്. ഭയങ്കരമായി എല്ലായിടത്തും പോയി ടപ്പ പിടിച്ചുകൊണ്ട് വരുന്നതും. മമ്മൂട്ടിയുടെയൊക്കെ സിനിമകളുണ്ട്, എല്ലാം പോലത്തെ. മോഹൻലാലിൻ്റെ സിനിമ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. മമ്മൂട്ടിയുടെയും സുരേഷ് ഗോപിയുടെയൊക്കെ സിനിമകളുണ്ട്. ഇതുപോലെ പോയി വേട്ടകളൊക്കെ നിർത്തി ടപ്പ ഓരോന്ന് പിടിച്ചുകൊണ്ട് വരും. പക്ഷേ എൻ്റെ ഈ ഗുണ്ടകളെയൊക്കെ അമർച്ച ചെയ്യുന്നതൊക്കെ എത്ര മനോഹരമായിട്ടാണ്, എത്ര മനോഹരമായിട്ടാണ്, വളരെ സുന്ദരമായിട്ടാണ്. നാട്ടുകാരും അതിനകത്ത് ഇടപെടുന്നു, പഞ്ചായത്തുകൾ ഇടപെടുന്നു, എല്ലാവരും അതിനകത്ത് ഇടപെടുന്നു. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു പദ്ധതിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് മറ്റൊരു തരത്തിൽ ഇത് ചിന്തിക്കേണ്ടി വരും. പാൻ ഇന്ത്യയിലേക്ക് ഇത് പോകുന്നു. അടുത്ത സ്റ്റേറ്റുകളിലെ DGPമാരുടെ മീറ്റിംഗ് കൂടാൻ തീരുമാനിച്ചു. തമിഴ്നാടും മറ്റ് സ്റ്റേറ്റുകളിലെ DGPമാരുമായി ഓൺലൈനിലായിരിക്കും മിക്കവാറും. എല്ലാവരും ഇങ്ങ് വരാൻ സാധ്യത കാണില്ല.
പക്ഷേ ഓൺലൈനിലായിരിക്കും മീറ്റിംഗ്. ചിലപ്പോൾ കുറേ DGPമാർ വരാൻ സാധ്യതയുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ സാഹചര്യം കേന്ദ്ര ഗവൺമെൻറ് 2 കൈമയച്ച് കേരളത്തെ സഹായിക്കണം. കാരണം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഒരു വിപ്ലവമാണ്, നിശബ്ദമായ കൊലയാളികളെ പിടിക്കുന്ന നിശബ്ദ വിപ്ലവം. ഇതിനെ കൈയയച്ച് സഹായിക്കുക എന്ന് പറയുന്നത് കേരള സമൂഹത്തിൻ്റെ ആരെ സംശയം തോന്നിയാലും പോലീസിന് പറഞ്ഞു കൊടുക്കുക. അതിലൊരു ദാക്ഷിണ്യം വിചാരിക്കേണ്ട. തൻ്റെ മക്കളാണെങ്കിലോ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, അവരെ കയ്യിൽ ഈ സാധനമുണ്ടെങ്കിൽ അവരെ ഒന്ന് ചോദ്യം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അങ്ങനെ അന്യസംസ്ഥാന തൊഴിലാളികളായാലും ആരായാലും അവരെ എല്ലാം ചോദ്യം ചെയ്യണം. ഞാൻ പറഞ്ഞു, മലദ്വാരത്തിൽ തുടങ്ങി, അത് വലിയ വാർത്തയാണ്, കാരവാനിൽ വരെ ഇത് കൊണ്ടുപോകുന്നു. എറണാകുളത്ത് 11 മണിക്ക് ശേഷം DJ പാർട്ടി നിരോധിച്ചിട്ടുണ്ട്. അതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ വളരെ നിശബ്ദമായി ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരാശയം കൊടുത്തു, കുറച്ച് അധികാരം കൊടുത്തു, കൈവിലങ്ങുകൾ അഴിച്ചുവിട്ടു. 3 കാര്യമാണ് രമേശ് ചെന്നിത്തല ചെയ്തിരിക്കുന്നത്, VD സതീശൻ ചെയ്തിരിക്കുന്നത്. അത് 3നും വലിയ കയ്യടിയാണ് പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആരും രാവിലെ ജലത്തിലിറങ്ങി കൈയടിക്കുന്നില്ല. പക്ഷേ എല്ലാവരുടെയും ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട് എല്ലാവരും ഈ ഗവൺമെൻറ്റിനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. മറ്റൊന്നുകൊണ്ടുമല്ല, കഴിഞ്ഞ 10 വർഷക്കാലമായി ലഹരി പദാർത്ഥങ്ങളുടെ ഹബ്ബായിരുന്നു കേരളം എന്ന് നമ്മൾ പറയുകയും വിലപിക്കുകയും ചെയ്തിടത്തുനിന്ന് മാറി വളരെ കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നു. എവിടെ ഒളിച്ചാലും, ഗുഹയിലിരുന്നാലും, ഗോഡൗണിൽ ഒളിച്ചാലും, എവിടെ ഇരുന്നാലും പൊക്കും എന്നുള്ള ഒരു മെസ്സേജ് പോവുകയും 10 കോടിയിൽ പരം രൂപയ്ക്കുള്ള ഈ പദാർത്ഥങ്ങൾ പിടിക്കുകയും 3000-ലധികം പേർ അകത്താവുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ ശൃംഖല, ഇതിൻ്റെ വ്യാപനം, ഇതിൻ്റെ സോഴ്സ് വളരെ വലുതാണ്. ആ സോഴ്സ് പിടിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. എല്ലാവിധ പിന്തുണയും എല്ലാ ചാനലുകളും എല്ലാവരും ഉണ്ട്. പല ചാനലുകളും ഇതിൻ്റെ കൂടെയുണ്ട്, പല മാധ്യമങ്ങളും കൂടെയുണ്ട്. എന്തായാലും ജനങ്ങളാകെ ഒന്നിച്ചാണ് നിരക്കേണ്ടുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കുടുംബച്ചങ്ങലകളും മനുഷ്യച്ചങ്ങലകളും ഒക്കെ പിടിച്ച് ഇതിനെ കൃത്യമായി ഹൃദയത്തിൽ ഏറ്റേണ്ടതാണ്.